പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം വളരെ കടുത്ത അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനിടയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഗാസയിലെ പോളിയോ നിർമ്മാർജ്ജനം ആ പ്രോസസ്സ് നടക്കുന്നതിനിടയിലാണ്, അത് ഏകദേശം ഒരു 50% പൂർത്തിയായതിനിടയ്ക്ക് ഇസ്രായേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരികയാണ്. ഏകദേശം ഒരു 6.4 ലക്ഷത്തോളം കുട്ടികൾക്കാണ് ഈ വാക്സിൻ നൽകാനുള്ളത്. അപ്പോൾ ഇപ്പോഴും അവിടെ 22 ലക്ഷത്തോളം ആൾക്കാർ ഗാസയിൽ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ന്യായമുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികളുടെ വിഷയം വരുമ്പോൾ നമ്മളത് കാര്യമായി ആലോചിക്കേണ്ടതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പലസ്തീന്റെ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിലുള്ള ഹമാസ് കേന്ദ്രങ്ങൾ, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ഹമാസിനെ വേരോടെ പിഴുതെറിഞ്ഞാൽ മാത്രമേ ഇസ്രായേലിനെ നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ എപ്പോഴും ഭീകരപ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ ഗാസയിലെ 750 അധ്യാപകരും 1500 കുട്ടികളുമാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. 750 അധ്യാപകരും ഇപ്പം ഇന്നലെ ഗാസയിൽ സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് 750 അധ്യാപകരും 1500 കുട്ടികളും മരണപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ അഭയാർത്ഥികൾക്കിടയിൽ വലിയ തോതിലുള്ള രോഗവ്യാപനം വർദ്ധിക്കുന്നു. ഈ ബോംബുകളും രാസവസ്തുക്കളും ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന രോഗവ്യാപനം, ഗർഭിണികൾ ഒരുപാട് പേർ മരണപ്പെടുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആഹാരമില്ല, വെള്ളമില്ല. അങ്ങനെ വളരെ പരിതാപകരമാണ് ഗാസയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനപ്പുറം ഹമാസിന്റെ ഒരു സുരക്ഷിത താവളമായി ഗാസയെ മാറ്റാതെ ഗാസയെ ഹമാസിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈജിപ്റ്റാണ് ഗാസയിലേക്ക് ആഹാരവും വെള്ളവും മറ്റ് അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈജിപ്റ്റാണ്. ഈ ഈജിപ്റ്റിലേക്ക് ഈ ട്രക്കിലൂടെ ആഹാരങ്ങൾ കൊണ്ടുവന്ന് ഇരുന്ന ഈ ആളുകളെ ഈ ഹമാസിന്റെ പ്രവർത്തകർ കൊന്നു എന്നാണ് പറയുന്നത്. അതിൽ ഇസ്രായേലിന് രോക്ഷം പൂണ്ട്. ഇസ്രായേൽ ഇപ്പോൾ ആ വരുന്ന ഒരു വഴി കൂടി, അതായത് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് ആഹാരം എത്തിക്കുന്ന വഴി കൂടി ഇസ്രായേൽ അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ഗാസ ഒറ്റപ്പെട്ടു. അവിടുത്തെ കുട്ടികളായാലും അവിടുത്തെ ആളുകളായാലും അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആഹാരത്തിനും വെള്ളത്തിനും എല്ലാ അവശ്യ സാധനങ്ങൾക്കും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഹമാസിനെ തീർക്കാതെ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അറിഞ്ഞു തന്നെ ഇനി മുന്നോട്ട് പോകേണ്ടതിൻ്റെ കാര്യമുണ്ട്. കാരണം 337 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 337 ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ സൈനികർ എത്ര പേർ മരിച്ചിട്ടുണ്ടാകും, എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ടാകും. നമ്മളെപ്പോഴും പാലസ്തീന് വേണ്ടി ജയ് വിളിക്കുന്നു. പാലസ്തീനിൽ ഇത്ര പേർ മരിച്ചു, അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പാലസ്തീന് വേണ്ടി കേരളത്തിൽ വരെ ശബ്ദം മുഴക്കിയവരെ നമ്മൾ കണ്ടു. ഇസ്രായേലിന്റെ എത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്? അതൊരിടത്തും കണക്കില്ല. അവരുടെ എത്ര പട്ടാളക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്? ഒരു യുദ്ധം വരുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേരാണ് ജീവൻ വെടിഞ്ഞു പോയിട്ടുള്ളത്. എത്രയോ പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ തീർക്കുക, അവിടെ ഭീകരവാദത്തെ വച്ചു വാഴിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഗാസയല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഗാസയിൽ ഉള്ള ഹമാസ് തീവ്രവാദത്തെ തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ പാർത്ത, ഇപ്പൊ ഈ പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ വിതരണ സമയത്ത് ആക്രമണം നിർത്തിവെക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, വെടിനിർത്തൽ ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയാണ് ഇവർ തെറ്റിച്ചിരിക്കുന്നത്. അല്ല, അവിടെ അതാണ് യഥാർത്ഥത്തിൽ ഈ പുകമറ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അത് പുറത്തു വരുന്ന വാർത്തകളാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഈ പാലസ്തീനിലെ ഏകദേശം അവിടെ പാലസ്തീനിൽ ഒരു പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പം ആ സമയത്താണ് അവിടെ പാലസ്തീനിൽ പോളിയോ നിർമ്മാർജ്ജന വാക്സിൻ
അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടൽ ഉണ്ടാവുന്നു. UN ഒക്കെ ഇടപെട്ടുകൊണ്ട് എന്താണ് ഈ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് അവിടെ പോളിയോ അത്യാവശ്യമായി നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ പറയുന്നത് പോളിയോ എന്താണ് നിങ്ങൾക്ക് നൽകാനാണെങ്കിൽ ഞങ്ങൾ എന്താണ് ഇത്ര സമയം, ഏകദേശം എനിക്ക് തോന്നുന്നു 50 മണിക്കൂർ എങ്ങനെയാണ് പറഞ്ഞത്, 3 ദിവസമോ അതോ 50 മണിക്കൂറെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 3 ദിവസമാണെന്ന്, 3 ദിവസം ഞങ്ങൾ വെടിനിർത്താം എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അങ്ങനെ അവിടത്തേക്ക് UN-ന്റെ ഒക്കെ നേതൃത്വത്തിൽ ഏകദേശം എന്താണ് ഈ പോളിയോ 50 ലക്ഷം ഡോസ് ആണെന്ന് തോന്നുന്നു വാക്സിനുമായി ബന്ധപ്പെട്ട്, പോളിയോ വാക്സിനുമായി ബന്ധപ്പെട്ട് ട്രക്ക് വരികയാണ്. അപ്പൊ ഈ ട്രക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ ട്രക്കിൽ വന്ന ഡ്രൈവറുടെ നേതൃത്വത്തിൽ വെടിവെപ്പുണ്ടാവും. മനസ്സിലാക്കണം, അതായത് പാലസ്തീനിലേക്ക് പോകുന്ന ആ പോളിയോ കൊണ്ടുപോകുന്ന ഒരു ട്രക്കിന്റെ ഡ്രൈവർ തന്നെ ഈ ഒരു കാര്യവുമില്ലാതെ പിന്നെ ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ എന്താ ചെയ്യുക? ആ സ്പോട്ടിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പൊ ഒരു സംശയിച്ചൂടെ, പാലസ്തീനിലാണ് ഒരു പോളിയോ കുട്ടിക്ക് ബാധിച്ചതായി റിപ്പോർട്ടുള്ളത് അല്ലേ? അപ്പം അത് ഇവരുടെ പുതിയ ആക്രമണ ശൈലി ആയിക്കൂടെ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് അതിലെന്താണ് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇതിന് അനുവദിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതിന്? ഈ പോളിയോ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഈ ആക്രമണം നിർത്തിവെക്കാമെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. ഗാസയിൽ മുഴുവൻ ഈ പോളിയോ കൊടുക്കണമെങ്കിൽ ആക്രമണം നിർത്തിവെക്കണമെന്ന് UN സമിതി വരെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ല, അവിടെ റിപ്പോർട്ട് ചെയ്യും, അത് പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ 6,40,000 ലക്ഷം കുട്ടികൾക്ക് അവിടെ പോളിയോ കൊടുക്കാൻ 3 ദിവസത്തേക്ക് വെടിനിർത്തൽ നിങ്ങൾ നിർത്തിവെക്കണമെന്ന് UN സമിതി ആവശ്യപ്പെടുന്നു. ഈ 3 ദിവസം നിങ്ങൾ സമയം തരണം. അപ്പൊ 3 ദിവസം സമയം നൽകാം, നിങ്ങൾ പോളിയോ നൽകിക്കോളൂ എന്ന് പറയുന്നത്. അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പുറത്തറിയുന്നത് എന്താ? പോളിയോയി വന്ന ട്രക്കിന് നേരെ പോലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പുറത്തറിയുന്നത്. അത് വലിയൊരു ദുരുദ്ദേശപരമായി പുറത്തു വരുന്ന വാർത്തയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് എന്താണ്? ഹമാസ് എന്ന് മനസ്സിലാക്കണം. അതായത് ഈ ഗാസയുടെയും പാലസ്തീനിലെയും എന്താണ് ഭൂമിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഈ ഹമാസ് ഭീകരർ വെടിയുതിർക്കുകയും അതിനുശേഷം അവർ പോകുന്നത് ഇതിനടിയിൽ വലിയ ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഹമാസ് വലിയ ടണലാണ് ഗാസയിൽ നിർമ്മിച്ചിട്ടുള്ളത്, ഭൂഗർഭ അറകൾ. അതായത് ഭൂഗർഭ അറ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കാണണ്ട, അവർക്ക് അവിടെ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ വൈദ്യുതി സംവിധാനങ്ങളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വലിയ ടണലാണ്. അതായത് 2-3 കാറുകൾക്ക് കടന്നു പോകാൻ പാകത്തിലുള്ള വലിയൊരു സിറ്റി പോലത്തെ ഒരു ടണലാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ മറ്റ് രാജ്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന എന്താണ് ഈ പല കെട്ടിടങ്ങളും അവിടെ തകരുമ്പോൾ അത് നിർമ്മിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന സഹായങ്ങൾ പോലും അവർ ഈ ടണലിലേക്ക് മാറ്റുക, ടണൽ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് പിന്നെ ഈ പാലസ്തീൻ ജനതയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾ അവർക്ക് യഥാർത്ഥത്തിൽ പാലസ്തീൻ ജനതയോട് യാതൊരു കടപ്പാടുമില്ല, അനുകമ്പയുമില്ല. അവർ ചെയ്യുന്നത് മുകളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അവിടുത്തെ പിന്നെ എന്താണ് ഈ ഹോസ്പിറ്റലിൽ പോയി ഒളിച്ചിരിക്കുക, അതുപോലെ തന്നെ ഈ സ്കൂളിൽ പോയി ഒളിച്ചിരിക്കുക. അപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകും, ഇതാ ഇവിടെ ഭീകരരുണ്ട്, അവിടെ നിങ്ങൾ മാറിക്കോളൂ, ഞങ്ങൾ അവിടെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് ഇത് വരും. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമായതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യും? ഒന്ന് ക്ഷമിക്കും. അത് കണ്ടുകൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടികളുണ്ടാവും, പരിക്ക് പറ്റിയ കുട്ടികളുണ്ടാവും, ഒരുപാട് നവജാത ശിശുക്കളുണ്ടാവും. വാർത്ത പുറത്തു വരുന്നത് ഇസ്രായേൽ അവിടെ കൊല്ലപ്പെടുന്ന ഹമാസ് തീവ്രവാദികളുടെ പേരും നമ്പരും ഒന്നും പുറത്തു വരില്ല. പകരം കൊല്ലപ്പെടുന്നത് ഉണ്ടാക്കുന്ന ഇത്തരം നാടകങ്ങളാണ് ഈ ആക്രമണത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇവർ കയറി ആശുപത്രിയിൽ ഒളിക്കുന്നത് തന്നെ 2 കാര്യത്തിലാണ്. ഒന്ന്, ഇവർക്ക് കുറച്ചു നേരം രക്ഷ കിട്ടും. 2, ഒരു റോക്കറ്റ് വന്ന് വീണാൽ ഇവർക്ക് ഈ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ ഇവർ ഹമാസ് ഒക്കെ അവിടെ നിന്ന് പോകും. എന്നിട്ട് ആ കെട്ടിടത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവിടെ നിന്ന് മാറാൻ പറ്റാത്ത നവജാത ശിശുക്കളൊക്കെ മരിക്കുമ്പോൾ ഇതാ ഞങ്ങളെ ഉപദ്രവിച്ച് മരിച്ചു എന്ന് പറയുന്നു. പക്ഷെ സങ്കടകരം എന്ന് പറയുന്നത് അവിടുത്തെ പാലസ്തീനിലെ പിഞ്ചു കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. അത് ഇവർക്കൊരു പ്രശ്നമല്ല. ഇവരുടെ നേതാക്കന്മാർ ദോഹയിലൊക്കെ പോയി ജീവിക്കുകയാണ്. അതായത് അവിടെ ഇല്ല, അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണുള്ളൂ. അവിടുത്തെ സൈനികരും അവിടുത്തെ ഹമാസിന്റെ സൈനികരാണ് ഉദ്ദേശിച്ചത്, ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനം നടന്ന സൈനികരും അങ്ങനത്തെ ആളുകൾ മാത്രം. അവിടെ സൈനികരെന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെ
തീവ്രവാദത്തെ തുറച്ചു നീക്കുക. അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്താ, ഹിസ്ബുള്ളയുടെ കോട്ടയെ ചാരമാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു മുന്നോടിയായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എന്നുള്ളതാണ്. പിന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ഭാഗത്തും മരണങ്ങൾ ഒരുപാടുണ്ടാകും. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ നിരവധി പേരായിരിക്കും മരണപ്പെടുന്നത്. എന്തായാലും യുദ്ധം അവസാനിക്കണം. അതിപ്പോ തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തീവ്രവാദത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമായി കൊടുക്കേണ്ടതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോളിയോ വാക്സിനുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ല ആക്രമിച്ചത്. ഈ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് നിർവാഹമില്ലാതെ വെടിവെക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. പക്ഷെ അവിടെയും നമ്മൾ കാണേണ്ടത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള പോളിയോ കൊണ്ടുവരുന്ന സമയത്ത് പോലും അതിന്റെ മറവിലും ഹമാസ് കയറിയിട്ട് അങ്ങോട്ട് എന്താണ് പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇസ്രായേലിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്നവർ, പലസ്തീന് വേണ്ടി കരയുന്നവരൊന്നും ഇസ്രായേലിലെ ജനങ്ങളെ എന്തുകൊണ്ട് മനുഷ്യരായി കാണുന്നില്ല? ധന്യ ഒന്നും വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഹമാസ് ഭീകരത അവിടെ നിന്ന് മാറിക്കൊടുത്താൽ ഈ പ്രശ്നം അവർ പറഞ്ഞു പരിഹരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് കരയുന്നത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അല്ല. ഇവിടെയുള്ള ആളുകൾ, ഇവിടെ ഐക്യദാർഢ്യം നടത്തിയവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഹമാസ് വിരുദ്ധ റാലി നടത്തുക. ഹമാസ് അവിടെ നിന്ന് മാറിക്കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത്രമാത്രം.